Hi friends, I am Ajukumar, the English trainer from English Academy. When you are a beginner of English learning, immersion, that is very important. Immersion, that is very important. See, what is immersion? We'll discuss later. പക്ഷേ തുടക്കത്തിൽ again I told you, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ തുടക്കത്തിൽ നമ്മൾ സാധാരണ ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രം പറയുക. നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞങ്ങ് പഠിപ്പിക്കുക. സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് അവർ പറഞ്ഞു പഠിപ്പിക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ്സ് കൂടാതെ ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, അതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഐ കനോട്ട് സ്പീക്ക് ഇംഗ്ലീഷ്. ഹൗ മച്ച് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് യു പ്രൊഡ്യൂസ്, ദാറ്റ് മച്ച് ഓഫ് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് യു ആർ ഫോഴ്സ്ഡ് ടു പ്രൊഡ്യൂസ്. ആം ഐ റൈറ്റ്? ഇനി ക്യാൻ യു സ്പീക്ക് ഇംഗ്ലീഷ്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഹൂ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിന് 4/1 പ്രാധാന്യമുണ്ട്. 1/4 importance to statement has. See, when you learn how to create negatives, how to create questions, that is the learning, beginning of the learning. നിങ്ങൾ പഠിക്കാൻ തുടങ്ങുമ്പം നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ പഠിക്കണം, നിങ്ങൾ നെഗറ്റീവ്സ് ആക്കാൻ പഠിക്കണം. Most of the spoken English institute don't give more training to how to create negatives, how to create questions. Negatives എന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്മെന്റ് having the idea, no. Questions, that is question word question or yes or no question. So in the beginning, when you practice English, your practice is totally focused on how to create negatives and how to create questions. Am I right?